കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേപോലെ പിന്തുണയ്ക്കുന്ന ഒരു ബിസിനസ് ഐഡിയയാണ്. വൻ ലാഭം ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയയാണ്. കൂടാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വായ്പയും ലഭിക്കും. അത്തരത്തിലൊരു ചെറിയ ബിസിനസ് ഐഡിയയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ബിസിനസ് ഐഡിയ കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ന്യൂസ് വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. വായിച്ചവരുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഈ ഒരു ബിസിനസ്സിൽ ലാഭം കുമിഞ്ഞു കൂടും എന്ന് തന്നെയാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ആരംഭിക്കാൻ ഇതിലും മികച്ച സമയം ഇല്ല എന്ന് തന്നെ പറയുന്നു. ഇനി കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നൊന്നും ആരും പറയരുത്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ബിസിനസ് തുടങ്ങാനാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ ഒക്കെ ഒരുപോലെ പിന്തുണയ്ക്കുന്ന ഒരു ബിസിനസ് ഐഡിയയാണ്. ബാങ്ക് വായ്പ കിട്ടും എന്ന് 100% അവർ ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് ഒരു കമന്റ് പോലും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബിസിനസ്സിന് ബാങ്ക് ലോൺ, മുദ്രാ ലോൺ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ അവിടെ യെസ് എന്ന് മറുപടിയും കൊടുത്തിരുന്നു. എന്താണ് ബിസിനസ് ഐഡിയ? അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? എവിടെയാണ് ചെയ്യേണ്ടത്? ആരാണ് ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. ഇനി ഒരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കശുവണ്ടിയെ കുറിച്ചാണ്, അതിന്റെ ഫ്ലവേർഡ് ആയിട്ടുള്ള രൂപത്തെ കുറിച്ചാണ് നമ്മൾ ചെയ്തിരുന്നത്. അതിൽ വന്ന ഒരു കമന്റ് ആണ്. അതായത് അതിൽ ഞാൻ റേറ്റുകൾ പറഞ്ഞിരുന്നു. ആ റേറ്റ് ഞാൻ ഓൾറെഡി മാർക്കറ്റിൽ ഉള്ള റേറ്റ് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇന്നലത്തെ ദിവസത്തെ റേറ്റ് ആണ് പറഞ്ഞിരുന്നത്. മേ ബി അതിൽ വേരിയേഷൻ വരാം. എങ്കിലും നമ്മൾ റോ മെറ്റീരിയൽ കണക്കാക്കുമ്പോൾ മാക്സിമം ഇട്ടാണ് ഞാൻ അതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ വന്ന കമന്റ് ആണ്, ഒരു സാം BTM എന്ന് പറഞ്ഞ ആളാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. എടോ, 550 രൂപയ്ക്ക് നിന്റെ തന്തയുടെ ഫാക്ടറി ഉണ്ടോ കശുവണ്ടി കിട്ടാൻ? ഓരോ മലരുകൾ എന്നാണ് കമന്റ് വന്നിരുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അയാളോട് പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ, ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല, എന്റെ തന്ത. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബിസിനസ് ഐഡിയയിലേക്ക് കടക്കാം. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ് ഐഡിയകളാണ് നമ്മൾ പറയാറുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ്, ഇതുപോലെയുള്ള കമന്റുകൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വില തന്നെയാണ് കുറച്ച് അവിടെ കാണിക്കുന്നത്. എനിക്കതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ പണി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. കൂടാതെ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആ ബിസിനസ് ഐഡിയയിലേക്ക് തന്നെ പോകാം. ഇതാണ് ഹോം സ്റ്റേ ബിസിനസ്. ഇന്ത്യയെ ഒരു ആഗോള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി വളർത്തുക എന്ന ലക്ഷ്യമാണ് സർക്കാരുകൾക്കുള്ളത്. രണ്ട് സർക്കാരിനും, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും. ഇതിൽ നമ്മളുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള വിശേഷണം ഉള്ള കേരളത്തിന് വലിയ സാധ്യതകളാണുള്ളത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ടൂറിസ്റ്റ് മേഖലയ്ക്കായി വൻ പ്രഖ്യാപനങ്ങളാണ് നമ്മളുടെ സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും നടത്തുന്നത്. ഇതിൽ തന്നെ ഹോം സ്റ്റേകൾക്ക് വലിയ സാധ്യതകൾ പറയുന്നുണ്ട് അവർ. ഈ കഴിഞ്ഞ കേരള ബജറ്റില് ഹോം സ്റ്റേ ബിസിനസ്സിന് പുതിയ മാനങ്ങൾ നൽകുന്നുണ്ട് നമ്മളുടെ ധനമന്ത്രി ബാലഗോപാൽ. ഇത് പലർക്കും പുതിയൊരു ബിസിനസ് ഐഡിയയിലേക്ക് തന്നെയാണ് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത്, സംസ്ഥാന ബജറ്റിൽ നമ്മളുടെ ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ സംസ്ഥാനത്തെ ആൾതാമസമില്ലാതെ അടഞ്ഞുകിടക്കുന്ന വീടുകളെ പറ്റിയുള്ള കാര്യം അതിനകത്ത് പറഞ്ഞിരുന്നു. മികച്ച ബിസിനസ് ആശയം തേടുന്നവർക്ക് ഉയർന്ന ലാഭത്തിനായി പരിഗണിക്കാവുന്ന ഒരു ബിസിനസ്സാണ് ഇത്, ഹോം സ്റ്റേ ബിസിനസ്. വിദേശികൾക്കിടയിൽ ഹോം സ്റ്റേകൾക്ക് വലിയ പ്രചാരമുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. സർക്കാരിന്റെ പിന്തുണയോടെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് കേന്ദ്ര ബജറ്റില് നമ്മളുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആ മേഖലയ്ക്കായി അനവധി സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു നമ്മളുടെ കേന്ദ്ര ബജറ്റില്. സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് 50 പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത്. അപ്പോൾ കേരളത്തിന് എന്തായാലും കിട്ടും. കാരണം ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് വേറെ എങ്ങും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന് ആ ബജറ്റിനകത്ത് നല്ലൊരു പങ്ക് ലഭിക്കും. പിന്നെ കേരള ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ കൂടെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഹോം സ്റ്റേകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, വലിയ അവസരങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഹോം സ്റ്റേ ആരംഭിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വലിയ വരുമാനമാണ് നേടാൻ കഴിയുന്നത്. ഒന്ന്, ആൾ താമസമില്ലാതെ കിടക്കുന്ന പ്രോപ്പർട്ടികൾ, അതായത് ഇവിടെ ആളില്ല, പുറത്താണ്, വീട് ചുമ്മാ കിടക്കുകയാണ്, പൂട്ടിയിട്ടിരിക്കുകയാണ്, ആരെങ്കിലും കൊണ്ട് നോക്കിക്കുകയാണ്, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അതൊരു വരുമാന മാർഗമാക്കിയെടുക്കാനുള്ള അവസരം കൂടിയാണിത്. സർക്കാർ ഇത്തരത്തിലുള്ള ഒരു അവസരം തുറന്ന് നമുക്ക് തരുന്നുണ്ട്.
ഇത്തരം കേന്ദ്രങ്ങൾ നവീകരിക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുദ്രാ ലോണുകളാണ്. നിങ്ങൾക്ക് ആ മുദ്രാ ലോൺ പ്രയോജനപ്പെടുത്താം. കിട്ടുന്നില്ല എന്ന് 100 ആവർത്തി കരയുന്നവർ ഇതിന്റെ താഴെയും കമന്റ് ചെയ്യും. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മുദ്രാ ലോൺ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ പലതരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ് മുദ്രാ ലോണിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ നെഗറ്റീവ് പറയുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്കും ലഭിക്കും. ഈ വരുന്ന സന്ദർശകർക്ക് നമ്മുടെ സാധാരണ വീടിന്റെ സുഖപ്രദമായ ഒരു അന്തരീക്ഷം ഇല്ലെങ്കിൽ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്ന ഹോം സ്റ്റേകളാണ് വേണ്ടത്. അതിനാണ് ജനപ്രീതി കൂടുതൽ ഉള്ളത്. അങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് ബാങ്ക് വായ്പ കൊടുക്കാൻ മടി കാണിക്കത്തില്ല. കാരണം അവർക്കറിയാം റിട്ടേൺ ഉണ്ട്, പൈസ തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള ഉറപ്പുമുണ്ട്. നിങ്ങൾക്കൊരു ഹോം സ്റ്റേ ആക്കി മാറ്റാൻ കഴിയുന്ന വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഒരു വീട് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അതായത് റെന്റൽ, മറ്റൊരാളുടെ വീടാണ് നമ്മൾ റെന്റിനെടുത്തിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനെയുള്ള സംഭവം നടക്കുമെങ്കിൽ ഒരിക്കലും മടിച്ചു നിൽക്കരുത്. ഇത് അവസരമാണ്. ടൂറിസ്റ്റ് പാക്കേജുകൾ വാഗ്ദാനം ചെയ്യുന്ന ട്രാവൽ ഏജൻസികളുണ്ട്, ഒരുപാട് ഏജൻസികളുണ്ട് നമ്മുടെ കേരളത്തിൽ. അവരുമായിട്ട് നമ്മൾ ഒരു ഡീലിൽ വന്നു കഴിഞ്ഞാൽ, ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം സ്റ്റേക്ക് ആളിനെ തപ്പി നിങ്ങൾ പോകേണ്ട കാര്യം വരില്ല. അവർ തന്നെ കൊണ്ട് തന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എന്താ വേണ്ടത്? ഇപ്പൊ നോർത്തേൺ സൈഡിൽ നിന്നാണെങ്കിലും വിദേശങ്ങളിൽ നിന്നാണെങ്കിലും വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടത് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ ഒരിടം. 2, ഇവരൊന്നും ഹോട്ടലുകളിൽ സ്റ്റേ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ, പ്രകൃതിയെ അടുത്തറിയാൻ വേണ്ടിയാണ് വരുന്നത്. ടൗണുകളിലുള്ള മെയിൻ ഹോട്ടലിൽ പോയി താമസിച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. പിന്നെ അവർ അതിനു വേണ്ടി ഇറങ്ങുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ട്രാവൽ ഏജൻസികൾക്ക് വലിയ പൊല്ലാപ്പാണ്. അവർക്ക് അന്വേഷിച്ചാലും കിട്ടാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വിദേശികളാണെങ്കിൽ അവർക്ക് ഹോട്ടലിൽ താമസിക്കുകയേ വേണ്ട. അവർ ഇന്ത്യയുടെ പാരമ്പര്യം എക്സ്പ്ലോർ ചെയ്യാൻ കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള ഹോം സ്റ്റേകൾ, മികച്ച ഭക്ഷണം, അതുപോലെ തന്നെ തനതായ കലാപരിപാടികൾ, നമ്മളുടെ കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, അതുപോലുള്ള കലാപരിപാടികൾ, ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കൂടെ സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ലാഭം കുതിച്ചുയരുകയും ചെയ്യും. ഇത്തരം പാക്കേജുകൾ ട്രാവൽ ഏജൻസികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ അത്തരം പാക്കേജുകൾ ഉള്ള ഹോം സ്റ്റേകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അടുത്താണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ ഞാനുള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലാൽ, വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം. ഏത് കായൽ തീരത്തോട്ട് പോയാലും, ഇല്ലെങ്കിൽ ഏത് തോടിന്റെ, ആറിന്റെ തീരത്തോട്ട് പോയാലും അവിടെ പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞ സ്ഥലങ്ങളാണ്. അവിടെ എവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടെങ്കിലും ആളുകൾക്ക് താമസിക്കാൻ ഇഷ്ടമാണ്, ഇത്തരത്തിലുള്ള ആളുകൾക്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹോം സ്റ്റേ ചെയ്യാനുള്ള വീട് വേക്കന്റ് ആയിട്ട് കിടപ്പുണ്ടോ? 2 വീടുകളുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വീട് അതിനു വേണ്ടി ഉപയോഗിക്കാം. ഇനി റെന്റലി കിട്ടുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. വിദേശത്ത് താമസിക്കുന്നവരാണ്, ഇങ്ങോട്ട് വരാൻ യാതൊരു താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർക്ക് ആ വീട് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും, വരുമാനവും ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഒട്ടും അമാന്തിക്കരുത്. നേരെ പ്രപ്പോസൽ ഉണ്ടാക്കുക, നേരെ ബാങ്കിലോട്ട് പോവുക. മുദ്രാ ലോണ് ആദ്യത്തെ ഇതിൽ 10 ലക്ഷം രൂപ വരെ തരാൻ തയ്യാറാണ്. സർക്കാരാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഇങ്ങനെ ഒരു ഹോം സ്റ്റേക്ക് വേണ്ടി നിങ്ങൾ ചെന്നാൽ 10 ലക്ഷം രൂപ വരെ ആദ്യം ലഭിക്കും. നിങ്ങളുടെ റിനോവേഷന് വേണ്ടി ആ തുക ഉപയോഗിക്കാൻ പറ്റും. കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ, അതായത് ഒരു ഫോൾട്ടും ഇല്ലാതെ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അടുത്ത 10 ലക്ഷം രൂപ കേന്ദ്ര ബജറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം സ്റ്റേ കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. ഒരവസരമാണ്. തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം എന്ന് തന്നെ പറയുള്ളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകൾ ഇതുപോലെ വേക്കന്റ് ആയിട്ട് കിടപ്പുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഈ വീടുകളെല്ലാം തന്നെ നമുക്ക് ഹോം സ്റ്റേകളാക്കി മാറ്റാൻ പറ്റും. അതിലൂടെ നല്ല വരുമാനം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ളൊരു ബിസിനസ് കേരളത്തിന് ഗുണകരമാണ്. കാരണം ഹോം സ്റ്റേകളിൽ ആളുകൾ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ ആ ചുറ്റുപാടുമുള്ള ഷോപ്പുകൾക്ക് കച്ചവടം കൂടും, റവന്യൂ കൂടും. എന്തുകൊണ്ടും, എല്ലാ കാര്യം കൊണ്ടും സർക്കാരിനും നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ചിന്തിക്കുക, പ്രവർത്തിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.